யாராவது ஓடியது? அது வந்து பெரிய நடிகர் ராஜாமணி சார். எந்த ரூமு? 504. இந்த பேக் என் ரூமில் வச்சுடு சார். ഹരി സാർ, നീ എന്തിനാടാ എന്നെ കണ്ടിട്ട് ഓടിയേ? ഞാൻ നന്ദിയില്ലാത്തോനാ സാറേ. തെമ്മാടി, വെറും തെമ്മാടി. അതിന് നീയൊന്നും ചെയ്തില്ലല്ലോ. ഇതിൽ കൂടുതൽ എന്തേലും ചെയ്യണ്ടോ? സാറ് പല പ്രാവശ്യം വേണ്ടെന്ന് പറഞ്ഞിട്ടും ഞാൻ നിർബന്ധിച്ച് കൊണ്ടുപോയിട്ട് പിന്നീട് അതേ പടം വേറൊരാളെ വെച്ച് വിളക്ക് എത്തിച്ചു. ഗതികേടാ സാറേ. നീ ചെയ്തതാ ശരി. നീ പറയാറില്ലേ നിന്റെ വളർച്ചയ്ക്ക് ഞാനാണ് കാരണമെന്ന്? നീ മറിച്ചൊരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ നിന്റെ തകർച്ചയ്ക്ക് ഞാൻ തന്നെയാണ് കാരണമെന്ന് എനിക്ക് പറയേണ്ടി വരുമായിരുന്നില്ലേ? പ്രതീക്ഷകളൊക്കെ തെറ്റിയ ഞാൻ എത്ര വലുതായാലും ആളൊക്കെ ആ പഴയ തെങ്ങേറ്റക്കാരൻ തന്നെയാ. മണി, ജീവിതത്തിൽ എല്ലാ കഷ്ടതകളും സഹിച്ച് ആരുടെയും തുണയില്ലാതെ നീ സ്വയം നേടിയെടുത്തതാ ഈ സ്ഥാനം. അത് നീ നഷ്ടപ്പെടുത്താതെ കൂടുതൽ ഉയരത്തിലേക്ക് പോണം. നീ എന്നെ ഓർത്ത് വിഷമിക്കണ്ട. ഇവിടെ ആർക്കും ആരെ വിലക്കാനോ തോൽപ്പിക്കാനോ ആവില്ല, മരണത്തിനൊഴിച്ച്. പാടി ദ്രാവിഡ മഹാരാജാവിന്റെ കൊട്ടാരം. അതെ, ഇന്ന് ഞാൻ അവനെ കയ്യാമം വെച്ച് ചാലക്കുടി ടൗണിൽ കൂടെ കൊണ്ടുപോകും. കണ്ടോ, വലിയ കലാപരമായിട്ടാണല്ലോ. ആരും ഇല്ല ഇവിടെ? ഹലോ, ആ എല്ലാരും ഉണ്ടല്ലോ. ഐ എന്തുട്ടാ സാറേ ഇങ്ങട് ഒരു കട്ടനായാലോ? ഓ, കട്ടനാണോ? ഞാൻ വിചാരിച്ചു കള്ളായിരിക്കും. ഇന്നലെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ വെള്ളമടിച്ച് ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു അല്ലേ? അവരുടെ പരാതി കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഇന്നലെ തന്നെ കഴിഞ്ഞല്ലേ സാറേ? ആര് പറഞ്ഞു? വന്ന് വണ്ടി കയറടാ. കള്ളും കൂടി ചോരന്ന് ഒപ്പിക്കുമ്പോ ആലോചിക്കണം. സാറേ, ഞാൻ കുടിയനാണെന്ന് വരുത്തി തീർക്കാൻ കുറെ ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അതായിക്കോട്ടെ, പക്ഷെ ഇന്നലെ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു കാര്യം ഇല്ലാണ്ട് എന്റെ അമ്മക്കിട്ട് കയറിയത്. എന്നിട്ടും ഞാൻ സഹിച്ചു. ഇനിയിപ്പൊ അതല്ല, എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടത്തി എന്റെ മാനം കളയണതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നടക്കട്ടെ. ഓ, വലിയ മാനമുള്ള തറവാട്ടുകാരൻ. നീ തെങ്ങേറ്റക്കാരൻ രാമപ്പന്റെ മോനല്ലടാ, സുപ്രസിദ്ധ സിനിമാ നടൻ രാജാമണി. രാമപ്പൻ മാത്രല്ല, രാജാമണിയും തെങ്ങേറ്റക്കാരനായിരുന്നു. ചുമ്മാ എന്തിനാ സാറേ എന്റെ അപ്പന്റെ പേര് പറയണേ? ഇനി എന്റെ അപ്പന്റെ പേര് പറയരുത്. നീ ആരാടാ? എങ്ങാണ്ട് ഇടുന്ന അണ്ടനും അടകോടനും ഒക്കെ 4 കാശുണ്ടാക്കിയ ഹുങ്ക് അല്ലേ? നീ പോലീസ് സ്റ്റേഷൻ പണിത് കൊടുത്തു, പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുത്തു, കല്യാണം നടത്തി കൊടുത്തു. നീ ആരടാ? മഹാബലി തമ്പുരാനാ? സിനിമയിൽ പോലീസുകാരനെ തല്ലി പരിചയം കാണും, പക്ഷെ ഒറിജിനൽ പോലീസിന്റെ കൈയുടെ ചൂട് നീ അറിഞ്ഞിട്ടുണ്ടോ? നിന്റെ തന്തയ്ക്ക് ഒന്നല്ല 10 വട്ടം ഞാൻ വിളിക്കും. ഹലോ ഈപ്പച്ച, ഞാൻ രാജമണിയുടെ മാനേജർ ജോസാ. ഇവിടെ പോലീസ് വന്നിട്ടുണ്ടേ, ആകെ അടിപിടിയാ. ഈപ്പച്ച ഉടനെ മിനിസ്റ്റർ SP വിളിച്ചൊന്ന് പറയണം. ഇത്തരം നാറ്റ കേസിലൊന്നും ഞാൻ ഇടപെടത്തില്ല കേട്ടോ. എന്തൊരു നാറ്റ കേസ്? ബലാത്സംഗം ഒന്നും അല്ലല്ല. അത്തരം കേസ് പോലും നിങ്ങൾ ഇടപെട്ട് തീർത്തു കൊടുക്കാറുണ്ടല്ലോ. ഇന്നലെ തൊട്ട് നിങ്ങളുടെ കാല് പിടിക്കുക ഈ പ്രശ്നം ഒന്ന് തീർക്കാനായിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തീർത്താ, ഇല്ലെങ്കിൽ ഇവിടെ ചാലക്കുടിയിൽ നല്ല ചങ്കുച്ചുള്ള ആമ്പിളാരുണ്ട്, അവര് തീർത്തോളും. സാറിനെ പഞ്ഞിക്കിടുന്നു. നമ്മളിടപെടണ്ട, അയാൾക്കത് ആവശ്യം. തെങ്ങിക്കേറി ഓട്ടോ ഓടിച്ചും കൂലിപ്പണി ചെയ്ത് തഴമ്പിച്ച കൈയായത് ഇത് വെച്ചാണ് തന്നണ്ടല്ലോ. സാറേ, ADGP രാജാമണി ഇവിടെ അവഹേളിക്കാൻ വേണ്ടി ചില ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പോലീസുകാരും ചേർന്ന് കെട്ടിച്ചമച്ച കേസാണിത്. ദളിതരെ സംരക്ഷിക്കുക, ഒപ്പം നിൽക്കുക എന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും കാര്യത്തോടടുക്കുമ്പോ ഇതൊക്കെ വെറും പറച്ചിൽ മാത്രമാകുന്നു. ആ വിഭാഗത്തിൽപ്പെട്ടവരോട് ഒരു പുച്ഛ മനോഭാവമാണ് പലരും മനസ്സിൽ വെക്കുന്നത്. മണിക്ക് പകരം മലയാള സിനിമയിലെ മറ്റേതെങ്കിലും സൂപ്പർ സ്റ്റാർ ആണ് ഇതുപോലെ ചെയ്തിരുന്നെങ്കിൽ പോലീസ് ഇങ്ങനെ പെരുമാറുമായിരുന്നു. അപ്പോൾ മലയാള സിനിമയിൽ ജാതി മതമൊക്കെ ഉണ്ടോ സർ? മലയാള സിനിമയിലെന്നല്ല, നമ്മുടെ നാട്ടിലാകെ കാര്യത്തോടടുക്കുമ്പോ ജാതിയും നിറവും ഒക്കെ പൊങ്ങി വരും. പക്ഷേ അത്തരക്കാരെ പോലീസ് സർവീസിൽ വെച്ച് ഉറപ്പിക്കില്ല. സിനിമയിലെ ഇടിയേക്കാൾ അടിപൊളിയായിരുന്നു.
ഹലോ. രാജാമണി, നീ കലക്കില്ലോ. നിന്നെ പറ്റി ADGP ബെൻകുമാർ ഇപ്പൊ TV പറഞ്ഞത് കേട്ടോ? എന്തേ ഈപ്പച്ചന് ഇഷ്ടപ്പെട്ടില്ലേ? എന്നെ ഇന്നലെ ഫോറസ്റ്റുകാർ പിടിച്ചു വെച്ചപ്പോ മുതല് ഒരു 50 തവണയെങ്കിലും ഞാൻ നിങ്ങളെ വിളിച്ചിട്ടുണ്ട്. അല്ല, ഞാനിപ്പം മന്ത്രിയെ വിളിക്കാൻ പോവായിരുന്നേ. അപ്പോഴാ ഈ TV-യിൽ വാർത്ത ഞാൻ കണ്ടത്. വേഷം കെട്ടൽ ഇനിയും വേണ്ട ഈപ്പച്ച. ഞാനിത് കുറെ കണ്ടുണ്ട്. ഞാൻ ആദ്യമായി നായകനായിട്ട് അഭിനയിച്ചപ്പോ എന്റെ ജാതിയും നിറവും പറഞ്ഞ് നിങ്ങൾ ആ പടത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത് മറന്നിട്ടല്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇലക്ഷനിൽ സഹായിക്കാൻ ഇറങ്ങിയത്. അതാ മണി, എന്റെ നാട്ടുകാരെ എനിക്ക് അത്രക്ക് ഇഷ്ടാ. അതാ സംവിധായകൻ ഹരി വെറുതെ പറഞ്ഞുണ്ടാക്കിയതല്ലേ എന്ന് നിങ്ങൾ പറഞ്ഞ എല്ലാരെയും വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇപ്പൊ ഹരിസാറ് പറഞ്ഞതൊക്കെ ശരിയെന്ന് കാലം തെളിയിച്ചോണ്ടിരിക്കുക. ഒന്ന് പോടാ മോനെ. മനസ്സിലായല്ലോ, ഇതാണ് ഷോട്ട്. നല്ല കാലൊക്കെ ഷോട്ട് കേട്ടോ. വിട്ടോ. നല്ല ബെസ്റ്റ് ജ്യൂസ്. ഈ ഗ്ലാസ് ഫില്ല് ചെയ്യും. അത് തീർത്താ? വെരി ഗുഡ്. കുറച്ചുകൂടെ കലക്കി വെക്ക്. എവിടെ? അത് ശരി, ഇതാണ് ഷോട്ടെങ്കിൽ ആർട്ടുകാരന്മാര് ജ്യൂസ് കൊണ്ടുവന്ന് അവന്മാരെ കൈ ഒടിയും. കൊണ്ട് കൊടുക്കട്ടോ. ജോസ ഫോൺ എടുത്ത് മണിക്ക് നല്ല സുഖമില്ലാന്ന് എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? താൻ അയാളോട് വരാൻ പറ. ഇവിടെ 1-2 കോമ്പിനേഷൻ ഷോട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇതങ്ങ് തീരും. ഇതൊക്കെ അല്ലേലും തീരും. സുഖമില്ലാന്ന് പറഞ്ഞിട്ട് അവര് കേക്കണില്ല മണിയെ. നമുക്ക് പോവാം. എനിക്ക് വയ്യ. അല്ല മണി, അപ്പൊ നമ്മൾ അഡ്വാൻസ് മേടിച്ച കാശ് എത്രയാ വാങ്ങിയേ? 5. അതങ്ങടെ തിരിച്ചു കൊടുത്തേക്ക്. ഞാൻ അഭിനയമേ നിർത്തിയാലോ എന്ന് ആലോചിക്കുക. എടാ നീ എന്തി പറ ശിവൻ. ലഡു എവിടെ? മണി വരാത്ത ടെൻഷൻ കൊണ്ടാടോ, അല്ലാതെ. സാറേ, എന്താ ആള് വരും തോന്നല്ല. ഈടായിട്ട് അഭിനയിക്കാൻ പറ്റിയ താല്പര്യമില്ലെന്ന് പറഞ്ഞേ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അഡ്വാൻസ് ഒക്കെ തിരിച്ചു തരാന്ന് പറഞ്ഞു. ഇനിയിപ്പോ വേറെ ആരെങ്കിലും നോക്കിയാലോ? വേണ്ട, അത് വേണ്ട ജോണേ. ആ ക്യാരക്ടർ അയാൾ ചെയ്താലേ ശരിയാവും. അപ്പൊ സാറിന്റെ ഡേറ്റോ? അതൊരു പ്രശ്നമാക്കണ്ട. നിങ്ങൾ അവനുമായിട്ട് സംസാരിക്കും. ഞാൻ വന്നോളാം. മണി സാർ ഇരിക്ക. ആഹാ, നിങ്ങളൊക്കെ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലേ? മണി സാർ സൗഖ്യമാ? പിന്നെ എന്റെ സുഖവിവരം അന്വേഷിക്കാനല്ലേ ചെന്നൈയിൽ നിന്ന് വണ്ടി പിടിച്ച് ഇങ്ങോട്ട് വന്ന കാര്യം പറയടാ. മണി സാർ, എങ്ങൾക്ക് കൊഞ്ചം പേശണം. ഞങ്ങൾ കോടിക്കണക്കിന് രൂപ ഉങ്ങളെ പറ്റിച്ചെന്ന് നിങ്ങൾ SP കണ്ടു പരാതി പറഞ്ഞു. അതൊന്നും നമുക്ക് പ്രശ്നമില്ല. ഞങ്ങൾ IG കൊണ്ട് വിളിപ്പിക്കും. ഉങ്ങളെക്കാൾ വലിയ നടികർ ഇന്ത കേസ് നമ്മോടെ ഉണ്ടെന്ന് உங்களுக்கு தெரியுமா? അതും മലയാള നടികർ. ചുമ്മാ തല്ല് സണ്ട ഉണ്ടാക്കണമാ? നിങ്ങൾ 10 കോടി കൊടുത്തത് രേഖയൊന്നും കിടയത് സാർ. ഒരു രേഖയും വേണ്ട. കാശ് തന്നാ തിരിച്ചു മേടിക്കാൻ എനിക്കറിയാം. ഞാൻ തന്ന 10 കോടി നിന്റെ കണ്ണാക്കി തള്ളി തന്നല്ല. നിന്റെ പണം കൊടുത്ത് ഞാനൊരു സ്ഥലം വാങ്ങി. വിശ്വാസം കൊണ്ട് അത് നിന്റെയൊക്കെ ബോസിന്റെ പേരിൽ എഴുതി. ആ സ്ഥലം ഇപ്പൊ വിറ്റത് 10 ഇരട്ടി വിലക്കാ. അതിൽ 25 കോടി എനിക്ക് ഇപ്പൊ കിട്ടണം. ഇത് 4 കോടി ഇருக்கு. ഇതിവിടെ അവസാനിക്കണം. ഇതിപ്പോ തന്നില്ലെങ്കിൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു മര്യാദ. ഇനിയും ഇത് തീർന്നില്ലെങ്കിൽ പിന്നെ ഈ മുഖം വെച്ച് നടിക്കാൻ പറ്റില്ല. നമുക്ക് പോലീസിൽ അറിയിച്ചാലോ? അത് പുലിവാല, ഇത് ബ്ലാക്ക് അല്ലേ? ചിലപ്പോ ഇവിടെ കാശുണ്ടെന്ന് ഇവര് തന്നെ പോലീസിൽ അറിയിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നീ കാശ് ഇവിടുന്ന് മാറ്റ്. ഇത് നിന്റെ വീട്ടിൽ വെച്ചാലോ? അത് വേണ്ട, അത് സേഫ് അല്ല. തൽക്കാലം നിന്റെ വീട്ടിൽ കൊണ്ടുവയ്ക്ക്. വേറെ ആരും ഇത് അറിയണ്ട. ശരി.
പിന്നെ എന്തുചേടാ? ഒന്നുമില്ലടാ. പിന്നെ ഇതിങ്ങനെ രക്തം? നിന്നോട് പറഞ്ഞാലോ കുടിക്കരുത് നീ. കുഴപ്പമില്ലടാ. എളിക്കടാ, എളിക്ക്. കുടി തിരക്കേടില്ലാതെ ഉണ്ടല്ലേ? ഏയ് അങ്ങനെയൊന്നുമില്ല, വല്ലപ്പോഴും. എന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരിക്കൽ. ആഴ്ചയിൽ ഒരിക്കൽ പോലും കുടിക്കാത്ത ദിവസവും ഇല്ല, സമയമില്ല. അതാ സത്യം. മണി ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട കലാകാരനാ. ബ്ലഡ് ഒമിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ കുടി നിർത്തിയേ പറ്റൂ. അയ്യോ, അങ്ങനെ ഛർദിച്ചിട്ടൊന്നുമില്ല. ദേ ഒരു ഇച്ചിരി, പിന്നെ ഒരു നിറമാറ്റോ ഇല്ലടാ. അല്ല ഡോക്ടറെ, ഇതിപ്പോ 2-3 തവണയായി. എത്രയായാലും ഇനി കള്ളുകൂടി മുഴുവൻ നിർത്തിയേക്ക്. അല്ലേ കരള് പോവും. അഡിക്ഷനായ നിർത്താൻ ഇത്തിരി പാടാ. അതുകൊണ്ട് ഒരാഴ്ച ഇവിടെ കിടക്കാം, ഒരു റെസ്റ്റും ആവും. അയ്യോ, അത് പറ്റില്ല. ഇന്ന് ഞങ്ങൾ ഓട്ടോ ഡ്രൈവേഴ്സിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടേ. അല്ല, ഞാനും ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നല്ലോ. പ്രോഗ്രാം എന്നൊക്കെ പറയുന്നത് ഒരു സ്ട്രെയിൻ അല്ലേ മണി? ഏയ് അതൊന്നും ഒരു കുഴപ്പമില്ല. പ്രോഗ്രാം എന്ന് പറഞ്ഞ എനിക്കൊരു ഹര. സ്റ്റേജിൽ കയറി പാട്ട് പാടുമ്പോ എനിക്കൊരു അസുഖവും തോന്നില്ല. ഞാൻ മരുന്ന് കഴിച്ചോളാം. എങ്കിൽ ശരി. ഇയാളെ മദ്യം തൊടിക്കരുത്. ശരി സാർ. കഷ്ടപ്പാട് കണ്ട് ദൈവം തന്നെ വിധി മാറ്റി എഴുതിയപ്പോൾ കഷ്ടപ്പാട്. മണി, സുഖമെല്ലാം കൂടെ അപ്പുറത്തെ കാശ് എണ്ണി മേടിച്ചോണ്ടിരിക്കുക. നീ ഇതങ്ങ് അടിച്ചോ. അവന്മാര് കണ്ട പ്രശ്നം. വേഗം ഒഴുക്കി, വേഗം ഒഴുക്കി. മതി മതി മതി. അതെ, ഒറിജിനൽ സ്കോച്ചാ. ഇതൂടെ അങ്ങ് അടിച്ചോ. വേഗം ഒഴുക്കി. മതി മതി മതി. മാറ്റിക്കോ മാറ്റിക്കോ, കൊണ്ടുവച്ചോ, അവന്മാര് കണ്ട. മീനൂട്ടിയോ? ഇവിടെ വീടില്ലേ? അതെ, ഞാൻ 1-2 പ്രാവശ്യം വിളിച്ചിരുന്നു. പിന്നെ മീനൂട്ടി വിളിച്ചാ ഞാൻ മറക്കുവോ? എനിക്ക് ഓർമ്മയുണ്ട്. ഇവനാണോ വയ്യാന്ന് പറഞ്ഞേ? അതെ, 3ാമത്തെ കുട്ടിയാ. കുഞ്ഞുങ്ങളുടെ അച്ഛൻ 2 വർഷം മുന്നേ മരിച്ചു. വിവരങ്ങളൊക്കെ കുഞ്ഞാപ്പോ പറഞ്ഞു. മോന് ബ്രെയിൻ ട്യൂമറാ. തലയോട്ടി തുറന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്നാ പറയണേ. എനിക്കിപ്പോ ആരുമില്ല സഹായത്തിന്. മീനൂട്ടി കരയണ്ട. ഇവനല്ലേ എന്നെ ഫോണിൽ കൂടെ പാട്ട് പാടി കേൾപ്പിച്ചേ. ഇപ്പൊ ഒന്ന് പാടാവോ? മോനൊന്ന് പാടി കേൾപ്പിച്ച്. ഏത് പാട്ടാ? മോന് ഇഷ്ടമുള്ള പാട്ട് പാടിക്കോ. നേരെ പടിഞ്ഞാറ് സൂര്യൻ, താനേ മറയുന്ന സൂര്യൻ, ഇന്നലെ തറവാട്ടിൽ തത്തിക്കളിച്ചൊരു സൂര്യൻ, തെല്ലു തെക്കേ പുറത്തെ മുറ്റത്തെ 6 അടി മണ്ണിലുറങ്ങയല്ലോ, തെല്ലു തെക്കേ പുറത്തെ മുറ്റത്തെ 6 അടി മണ്ണിലുറങ്ങയല്ലോ. നല്ല അസല് പാട്ടാട്ടോ. ഓപ്പറേഷൻ എത്ര രൂപ ആവുമെന്നാ പറഞ്ഞേ? ഇനി 1 ലക്ഷം കൂടി വേണ്ടി വരും. ജോസേ, അതിൽ 100 ലക്ഷം എടുക്ക്. എടുക്ക്. നന്നായി പാടിട്ടോ. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കൂല. മീനുട്ടി ഇവന്റെ ഓപ്പറേഷൻ നടത്ത്. അസുഖം ഭേദായ എന്നെ അറിയിക്കണോട്ടോ. എന്നാ ശരി, സന്തോഷായിട്ട് പോയിട്ടോ. ടാറ്റാ. കുഴപ്പമില്ലടാ. So critical. Come on. ഞാൻ പറഞ്ഞല്ലേ കുടിക്കരുതെന്ന്. ഞങ്ങൾ ശ്രമിച്ചതാ, നിർത്തിയതായിരുന്നു. ഇതിപ്പോ ഒരു ട്രാൻസ്പ്ലാന്റേഷന്റെ സാധ്യത പോലും ഇല്ലാതായി. വലിയൊരു നടനെന്നുള്ള ഇഷ്ടം കൊണ്ട് പറയുക, കുടിപ്പിക്കരുത് ദയവ് ചെയ്ത്. ഡോക്ടറെ, അത്രയ്ക്ക് സീരിയസ് ആണോ? തനിക്ക് ഈ പറഞ്ഞൊന്നും മനസ്സിലായില്ലേ? ഡോക്ടറെ, ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? ചെന്നൈയിൽ അപ്പോളോയിൽ വല്ലതും കൊണ്ടുപോകണോ? നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ കൊണ്ടുപോകാം. പക്ഷേ എവിടെ കൊണ്ടുപോയാലും ഇതിൽ കൂടുതൽ ചികിത്സ ഒന്നും കൊടുക്കാനില്ല. ഡോക്ടറെ, വേറെന്തെങ്കിലും വഴി? എടോ, അയാളുടെ കരള് മാറ്റിവെക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണിപ്പോ.
കള്ളു കുടിക്കാതിരുന്നാൽ കുറെ കാലം കൂടി അയാൾ ജീവിക്കും. ഒരു 200 ml മദ്യം അയാളുടെ അകത്ത് ചെന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്തും സംഭവിക്കും. മണി വാടാ പോവാം, വാ എണീക്കോ. ഡോക്ടർ എന്തുട്ടാ പറഞ്ഞേ? കുഴപ്പമൊന്നുമില്ല, പക്ഷേ തുടങ്ങി കള്ളുടിയില്ല, മരുന്ന് തന്നിട്ടുണ്ട്. വാ വാ എണീക്ക്. ഓടേണ്ട ഓടേണ്ട ഓടി തളരേണ്ട, ഓമനപ്പൂമുഖം വാടിടേണ്ട, ഓമനപ്പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തൊരുമ നൽകാം. വാടാ നടക്കടാ.